അങ്ങനെ പ്രതിനിധികൾ തയ്യാറെടുത്ത് ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇനി നമുക്ക് ആരിലേക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഹരിയിലേക്കൊന്ന് പോയാലോ. തിരുവനന്തപുരത്താണ് ഹരി ഉള്ളത്. കുമാരപുരത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ടി എസ് ഹരീഷ്ണ അവിടെ നടൻ ഇന്ദ്രൻസ് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന സ്ഥലം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഹരീഷ്ണ, ഗുഡ് മോർണിംഗ്. എവിടെയാണുള്ളത്? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഹരി? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാൻ കുമാരപുരത്ത് തന്നെയാണ്. മോത്തി പറഞ്ഞതുപോലെ കുമാരപുരത്ത് ഞാനുണ്ട്. ഇവിടെ എൻ്റെ ക്യാമറയുടെ ഫ്രെയിമിലാണ് പ്രേക്ഷകർ ഇപ്പോൾ നടൻ ഇന്ദ്രൻസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ രാവിലെ തന്നെ ഇവിടെ 7 മണിക്ക് തന്നെ കുമാരപുരത്ത് ഈ സ്കൂളിൽ, കുമാരപുരം UP സ്കൂളാണ്. ഇവിടെ കുമാരപുരം വാർഡിൽ പ്രധാനപ്പെട്ട 2 ബൂത്തുകൾ ഈ UP സ്കൂളിലാണ്. 1ഉം 2ഉം ബൂത്തുകളുണ്ട്. ഇതിൽ 1ാമത്തെ ബൂത്തിലാണ് നടൻ ഇന്ദ്രൻസ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു 7:10 ആയപ്പോൾ തന്നെ ഇവിടെ സ്കൂളിലെത്തി. അദ്ദേഹം ഇപ്പോൾ വരിയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഊഴം കാത്ത് ക്യൂയിൽ നിൽക്കുകയാണ് നടൻ ഇന്ദ്രൻസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ കാത്ത് മാറി നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഒരു 4-5 പേർ കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വോട്ട് രേഖപ്പെടുത്തും. ഇത് കുമാരപുരം വാർഡാണ്. ഈ വാർഡിൽ UDF 5 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പാർവതിയാണ്. UDF സ്ഥാനാർത്ഥിയുടെ പേര് സുമായസ് വർഗീസ്. ഒപ്പം BJP സ്ഥാനാർത്ഥിയുടെ പേര് രാധിക റാണിയം. ഇതുകൂടാതെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. അങ്ങനെയാണ് ഇവിടെ 5 സ്ഥാനാർത്ഥികൾ ഈ വാർഡിൽ മത്സരിക്കുന്നു. ഒരു നിർണായക മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു നിർണായക വാർഡ് കൂടിയാണ് ഗൗരീശപട്ടം എന്ന് പറയുന്നത്. ഗൗരീശപട്ടത്തെ ഇപ്പോൾ നടൻ ഇന്ദ്രൻസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മോട് സംസാരിക്കുകയും ചെയ്യും. ഇന്ദ്രൻസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന. ഒരു വിൻഡോയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. നിരവധി പേർ രാവിലെ തന്നെ എത്തുന്നു. ഈ രാവിലെ വോട്ട് ചെയ്യുന്നത് മലയാളികളുടെ ഒരു ശീലമാണ് എന്ന് തോന്നുന്നു. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് കാണാറുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വൈകിയായിരിക്കും ആളുകളൊക്കെ വന്നു തുടങ്ങുക, തിരക്ക് കൂടുക. പക്ഷെ നമ്മൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. പുലർച്ചെ എഴുന്നേറ്റാലുടൻ പത്രം വായിക്കുന്ന മലയാളിയുടെ ശീലം പോലെ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തലും എന്ന് തോന്നുന്നു. ഇന്ദ്രൻസ് കുമാരപുരം സ്കൂളിലാണ് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകിയത്. ഇനി ആലപ്പുഴ നിന്നും അരുൺ ശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ആലപ്പുഴയിലേക്കാണ് നമ്മൾ ഇനി നേരെ. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഏത് ബൂത്തിലാണ് ഉള്ളതിപ്പോൾ? അവിടെ ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്? തിരക്കുണ്ടോ രാവിലെ തന്നെ? തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ച് ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നു എന്നത് മാത്രമല്ല, രാഷ്ട്രീയ ബോധമുള്ള നാട്ടുകാർ കൂടിയാണ്. കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. പക്ഷേ ആലപ്പുഴക്കാർക്ക് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ പട്ടണക്കാട് പഞ്ചായത്തിലെ 1ാം നമ്പർ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ ബൂത്തിൽ വന്നപ്പോഴാണ് ഒരു പ്രമുഖനെ പരിചയപ്പെടാൻ പറ്റിയത്. നമുക്കറിയാം, ലോക കമ്മ്യൂണിസത്തിൻ്റെ നേതാവായിരുന്ന ലെനിൻ്റെ വേറൊരു ലെനിൻ അല്ലേ? റഷ്യൻ നേതാവിൻ്റെ പേര് VI ലെനിൻ. ചേട്ടൻ്റെ പേര് VD ലെനിൻ. ഒറ്റ അക്ഷരം അറിയുള്ളൂ. ഐയുടെ 10 DI പോയി. വോട്ട് ചെയ്ത് രാവിലെ തന്നെ? രാവിലെ വോട്ട് ചെയ്തു. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയല്ല. ആർക്കാണെങ്കിലും ഒരു വോട്ട് കൊടുത്തിരിക്കും. രാവിലെ തന്നെ എല്ലാ വോട്ടും രാവിലെ തന്നെ രാവിലെ തന്നെ ചെയ്യും. അതാണ് എൻ്റെ ഒരു നമ്മളെ ആ ഒരു വോട്ടിന് നമ്മുടെ പൗരാവകാശമല്ലേ, അത് രേഖപ്പെടുത്തണ്ടേ. അത് ഏത് കാരണം വെച്ചാൽ അത് ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. ലെനിൻ എന്നുള്ള പേരുകൊണ്ട് പേരിൽ നാളിലും കാര്യമില്ലല്ലേ. എന്നാലും ചേട്ടനിട്ട പേരാണ്. എല്ലാവരും ചോദിക്കുമ്പോൾ അത് ഉള്ളതല്ല, നല്ല പേരാണല്ല എന്നാണ് ചോദിക്കുന്നത്. മക്കളുടെ പേരെന്തൊക്കെയാ? ശിവശങ്കരൻ, ഹരിശങ്കർ. ദൈവങ്ങളുടെ പേരായി. ഭഗവാന്റെ സൃഷ്ടിയല്ലേ, അപ്പോൾ ഭഗവാന്റെ പേര് തന്നെ കൊടുത്ത്. ഭഗവാൻ തന്നത് ഭഗവാന്റെ പേര് തന്നെ കൊടുത്തു. വൈവിധ്യമാണ്. മക്കൾക്കോട്ടുണ്ടോ? ഒരു മൂത്ത മോനോട്ടുണ്ട്. മോനിഞ്ഞ് വരുമോ? വരും, വോട്ട് ചെയ്യാൻ വരും. കന്നിവോട്ടാണോ? കന്നിവോട്ടാണ്. കന്നിവോട്ടാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. പിന്നെ വോട്ട് നഷ്ടപ്പെടുത്തുക ഒരിക്കലും നഷ്ടപ്പെടുത്തിയല്ലോ. വോട്ട് നമ്മുടെ അവകാശമാണത്. അത് ആർക്കാണെങ്കിലും പ്രയോജനം ചെയ്യണം. അസാധുവാക്കിയല്ല, അത് ഒരിക്കലും ചെയ്യണം. അതായത് ലെനിൻ ചേട്ടൻ്റെ വാക്കാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്. അതായത് വോട്ട് ചെയ്തിരിക്കണം, അത് നമ്മുടെ പൗരാവകാശമാണ്. അത് പാഴാക്കരുത്. അത് എത്രയും വേഗം തന്നെ വന്ന് ചെയ്യുക. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല. കാരണം മഴ നനയാതെ
കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കുടിവെള്ളമുണ്ട്. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും പോളിംഗ് സ്റ്റേഷനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവുമില്ലാതെ വളരെ സമാധാനത്തോടെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലെനിൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുക. പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ക്യൂവിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കന്യാസ്ത്രീകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമാണ്. ആദ്യം 7 മണിക്കാണ് ആദ്യ വോട്ട്. ആ സമയം മുതൽ തന്നെ ഈ ക്യൂ ഇങ്ങനെ തുടരുകയാണ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതലും സ്ത്രീകളായിട്ടുള്ളവരൊക്കെയാണ്. ചന്ദ്രശേഖർ വോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി. അരുൺ ശങ്കറിലേക്ക് വരാം. AK സ്റ്റെഫിനാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. രാജീവ് ചന്ദ്രശേഖർ അടക്കം നിരവധി പേർ എത്തുന്ന ബൂത്താണെന്ന് തോന്നുന്നു. എവിടെയാണത്? വിശദ വിവരങ്ങൾ എന്തൊക്കെ സ്റ്റെഫിൻ? രാജീവ് ചന്ദ്രശേഖർ അടക്കം നിരവധി പേർ. നമ്മൾ VD ലെനിനെ പരിചയപ്പെട്ടു. VI ലെനിന് പകരം VD ലെനിൻ. രണ്ടുപേരും തമ്മിൽ ആകെയുള്ളൊരു വ്യത്യാസമായി ഇനിഷ്യലിലെ വ്യത്യാസമാണ്. മറ്റൊന്ന് കടുത്ത ദൈവവിശ്വാസിയാണ് VD ലെനിൻ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ദ്രൻസ് സംസാരിക്കുന്നു അതിലേക്ക്. വോട്ട് ചെയ്യാനായിട്ട് ഇന്നലെ വന്ന രാത്രി ആരൊക്കെ വന്നേക്കുന്നത്? ഞാനും മോനും വൈഫും ആണ്. ഒന്നുമില്ല, സത്യമായിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുവാണ്. എന്താ എന്റെയൊക്കെ പര്യവസാനമൊന്നും അറിയില്ലല്ലോ. താങ്ക് യു. ഇന്ദ്രൻസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നമുക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്തിനായി എത്തിയ ദൃശ്യമാണത്. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, പറയൂ, എന്താണ് വിശദ വിവരങ്ങൾ? കവടിയാറിലെ ജവഹർനഗർ വാർഡ് അതൊരു VIP വാർഡ് കൂടിയാണ്. ഇവിടെയാണ് ഒരുപാട് പേർക്ക്, അതായത് രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ഗവർണർ O രാജഗോപാൽ, അതായത് ഈ ജവഹർനഗർ വാർഡ് ഒരു VIP വാർഡ് കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഗവർണറുണ്ട്, K മുരളീധരനുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ 3-ാം ബൂത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഏതാണ്ട് ഇനി കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ഒരു വില്ലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ. ഇങ്ങനെ ക്യൂ നിന്ന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ, അദ്ദേഹം വന്നപ്പോഴേ രാജീവ് ചന്ദ്രശേഖറിന് വന്ന് കൈകൊടുക്കുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് കവടിയാർ. വലിയൊരു സ്റ്റാർ മത്സരം കൂടിയാണ് കവടിയാറിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൽ 4 ബൂത്തുകളാണുള്ളത്. ഒരു ബൂത്ത് അമ്പലമുക്കിലാണ്, 1-ാം ബൂത്ത് അവിടെയാണ്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഈ 4 ബൂത്തുകളിൽ ഇപ്പോൾ ആദ്യമായി എത്തുന്ന ഒരു VIP എന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഇനി ഏതായാലും ഗവർണറും അതോടൊപ്പം തന്നെ K മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. മണിയമ്പിള്ള രാജുവിന് ഇവിടെയാണ് വോട്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി ഇതിനു ശേഷം നടക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പ്. കാരണം അദ്ദേഹം നേരിട്ടിറങ്ങി ചുക്കാൻ പിടിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അവസാന ഘട്ടത്തിൽ ഒന്ന് ജനങ്ങളെയൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയും ഒന്ന് പരിചയമൊക്കെ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ ആളുകൾ പുറത്ത്, പോളിംഗ് സ്റ്റേഷന് പുറത്ത് ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നേരത്തെ ഇവിടെ വന്നു പോയിരുന്നു. KS ശബരിനാഥൻ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി മധുസൂദൻ ഇവിടെയുണ്ട്. അതോടൊപ്പം LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ട്. അങ്ങനെ എല്ലാവരും ഈ പ്രധാനപ്പെട്ട ഒരു വാർഡായതുകൊണ്ട് തന്നെ ജനങ്ങളെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ രാവിലെ മുതൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം രാവിലെ മുതൽ തന്നെ 7 മണി മുതൽ തന്നെ ഒരു വലിയ തിരക്കും യഥാർത്ഥത്തിൽ ഈ 4 ബൂത്തുകളിലും പ്രകടമായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നു. തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകും.